ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാഹിത്യ മേഖലയിൽ സാധാരണ അവാർഡുകളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള, അതായത് 2019-ലും 2020-ലും പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളും അവയുടെ ഓതേഴ്സും. അപ്പോൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് 2019, 2020 ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതേ ടോപ്പിക്ക് നിങ്ങൾ റാങ്ക് ഫയലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർഷങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 2015, 16 തൊട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഓതേഴ്സുമാണ് ഒരുപാട് വാസ്റ്റായിട്ട് കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ വളരെ സെലക്ട് ചെയ്താണ് പറയുന്നത്. അതായത് എപ്പോഴും നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പുസ്തകങ്ങൾക്കാണ്. പിന്നെയാണ് എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓർഡറിനാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമുക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് മാത്രം മതി. ആദ്യം നമ്മൾ 4 പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസിൻ്റെ പുസ്തകങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് എക്സാം വാരിയേഴ്സ്. എക്സാം വാരിയേഴ്സ് എന്ന ബുക്ക് എഴുതിയത് നരേന്ദ്രമോദിയാണ്. എക്സാം വാരിയേഴ്സിൻ്റെ ഓതർ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്ത വ്യക്തി ആരായിരിക്കും? അമിത്ഷാ. അമിത്ഷായുടെ പുസ്തകമാണ് കർമ്മയോദ്ധ ഗ്രന്ഥ്. അപ്പോൾ കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം എഴുതിയത് അമിത്ഷായാണ്. മൂന്നാമത്തത് ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ് ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം എഴുതിയത്. അടുത്തത് ചേഞ്ചിങ് ഇന്ത്യ. നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആണ് ചേഞ്ചിങ് ഇന്ത്യ എന്ന ബുക്കിൻ്റെ ഓതർ. ഓക്കെ, അപ്പോൾ എക്സാം വാരിയേഴ്സ് നരേന്ദ്രമോദി, കർമ്മയോദ്ധ ഗ്രന്ഥ് അമിത്ഷാ, ഇന്ത്യ ഇൻ ഡിസ്ട്രസ് മമതാ ബാനർജി, ചേഞ്ചിങ് ഇന്ത്യ മൻമോഹൻ സിംഗ്. അഞ്ചാമത്തത് ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ് സ്മൃതി ഇറാനിയാണ്. ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ് സ്മൃതി ഇറാനി. ഓവർ ഡ്രാഫ്റ്റിംഗ് സേവിങ് ദ ഇന്ത്യൻ സേവ ഉർജിത് പട്ടേലാണ്. നമുക്കറിയാം RBI ഗവർണറായിരുന്നു. അപ്പോൾ ശക്തികാന്ത ദാസിന് മുമ്പായിരുന്നു ഉർജിത് പട്ടേൽ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിംഗ് സേവിങ് ദ ഇന്ത്യൻ സേവ എന്ന പുസ്തകത്തിൻ്റെ ഓതറാണ് ഉർജിത് പട്ടേൽ. അടുത്തത് പേരിൽ തന്നെയുണ്ട്, തരൂറോസോറസ്. എഴുതിയത് ശശി തരൂറാണ്. അപ്പോൾ തരൂറോസോറസിൻ്റെ ഓതർ ശശി തരൂറാണ്. അടുത്തത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള രഞ്ജൻ ഗൊഗോയ് എഴുതിയ പുസ്തകമാണ് കോർട്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ കോർട്സ് ഓഫ് ഇന്ത്യ ഓതർ രഞ്ജൻ ഗൊഗോയ് ആണ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ് സ്മൃതി ഇറാനിയാണ്. ഓവർ ഡ്രാഫ്റ്റിംഗ് സേവിങ് ദ ഇന്ത്യൻ സേവർ ഉർജിത് പട്ടേലാണ്. തരൂറോസോറസ് ശശി തരൂറാണ്. കോർട്സ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ് ആണ്. അടുത്ത പുസ്തകമാണ് ലിസണിങ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ്. എഴുതിയത് വെങ്കയ്യ നായിഡു ആണ്. ലിസണിങ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് വെങ്കയ്യ നായിഡു ആണ്. മേക്കിംഗ് ഓഫ് ന്യൂ ഇന്ത്യ ബിബേക് ദെബ്രോയ് ആണ്. മേക്കിംഗ് ഓഫ് ന്യൂ ഇന്ത്യ ബിബേക് ദെബ്രോയ്. അടുത്തത് എഴുത്തുകാരിയായ അരുന്ധതി റോയ് എഴുതിയ പുസ്തകങ്ങളാണ്. 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് ആസാദി, അരുന്ധതി റോയ് ആണ് ആസാദി എന്ന പുസ്തകം എഴുതിയത്. പിന്നീട് മൈ സെഡീഷ്യസ് ഹാർട്ട്, അതും അരുന്ധതി റോയ് തന്നെയാണ്. ആസാദി, മൈ സെഡീഷ്യസ് ഹാർട്ട്, അരുന്ധതി റോയ്. അപ്പോൾ ലിസണിങ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് വെങ്കയ്യ നായിഡു, മേക്കിംഗ് ഓഫ് ന്യൂ ഇന്ത്യ ബിബേക് ദെബ്രോയ്, ആസാദി, മൈ സെഡീഷ്യസ് ഹാർട്ട്, അരുന്ധതി റോയ്. അടുത്ത പുസ്തകം മൈ ലൈഫ് ഇൻ ഡിസൈൻ ഗൗരി ഖാനാണ്. മൈ ലൈഫ് ഇൻ ഡിസൈൻ ഗൗരി ഖാനാണ്. ഇനി വരുന്ന എല്ലാ ബുക്സും ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പുസ്തകങ്ങളാണ്. ദ ബിഗ് തോട്ട്സ് ഓഫ് ലിറ്റിൽ ലവ്, ഡയറക്ടർ കരൺ ജോഹറിൻ്റെ പുസ്തകമാണ്. ദ ബിഗ് തോട്ട്സ് ഓഫ് ലിറ്റിൽ ലവ്, കരൺ ജോഹർ. യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ, ആക്ടറായിട്ടുള്ള അനുപം ഖേറിൻ്റെ പുസ്തകമാണ്. യുവർ ബെസ്റ്റ് ഡേ ഈസ് ടുഡേ, അനുപം ഖേർ. അടുത്തത് അൺഫിനിഷ്ഡ്, പ്രിയങ്ക ചോപ്ര, ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക ചോപ്രയുടെ പുസ്തകമാണ് അൺഫിനിഷ്ഡ്. അപ്പോൾ മൈ ലൈഫ് ഇൻ ഡിസൈൻ ഗൗരി ഖാൻ, ദ ബിഗ് തോട്ട്സ് ഓഫ് ലിറ്റിൽ ലവ് കരൺ ജോഹർ, യുവർ ബെസ്റ്റ് ഡേയ്സ് ടുഡേ അനുപം ഖേർ, അൺഫിനിഷ്ഡ് പ്രിയങ്ക ചോപ്ര. അടുത്ത ബുക്കിലേക്ക് വരാം. വൺ അറേഞ്ച്ഡ് മർഡർ ചേതൻ ഭഗത്താണ്.
വൺ അറേഞ്ച്ഡ് മർഡർ, ചേതൻ ഭഗത്. ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൺ വേൾഡ്, സുബ്രഹ്മണ്യം ജയശങ്കറാണ്. ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൺ വേൾഡ്, സുബ്രഹ്മണ്യം ജയശങ്കർ. ക്വസ്റ്റ് ഫോർ റീസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ, വിരാൽ ആചാര്യ. ക്വസ്റ്റ് ഫോർ റീസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ, വിരാൽ ആചാര്യ. ഇൻഫോ പാർക്ക് റിലേഷൻസ് ബിയോണ്ട് പുൽവാമ ആൻഡ് ബാലക്കോട്ട്, ഉദയ് വീർ സിംഗ് ആണ്. ഇൻഫോ പാർക്ക് റിലേഷൻസ് ബിയോണ്ട് പുൽവാമ ആൻഡ് ബാലക്കോട്ട്, ഉദയ് വീർ സിംഗ് ആണ്. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വൺ അറേഞ്ച്ഡ് മർഡർ, ചേതൻ ഭഗത്. ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൺ വേൾഡ്, സുബ്രഹ്മണ്യം ജയശങ്കർ. ക്വസ്റ്റ് ഫോർ റീസ്റ്റോറിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ഇന്ത്യ, വിരാൽ ആചാര്യ. ഇൻഫോ പാർക്ക് റിലേഷൻസ് ബിയോണ്ട് പുൽവാമ ആൻഡ് ബാലക്കോട്ട്, ഉദയ് വീർ സിംഗ്. ഇനി നമുക്ക് കേരളത്തിലെ ചില എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടാം. പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ, പാഠങ്ങൾ, കെ ശൈലജ. നമ്മുടെ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ എഴുതിയ പുസ്തകങ്ങളാണ് പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ, പാഠങ്ങൾ. അടുത്തത് 3 പുസ്തകങ്ങളാണ്. 1 കൊറോണ കവിതകൾ, 2 റിപ്പബ്ലിക് ഡേ 2020, 3 ദസ് സ്പീക്സ് ദ ഗവർണർ. ഈ 3 പുസ്തകങ്ങളും എഴുതിയത് PS ശ്രീധരൻ പിള്ളയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കൊറോണ കവിതകൾ, റിപ്പബ്ലിക് ഡേ 2020, ദസ് സ്പീക്സ് ദ ഗവർണർ, 3 എഴുതിയത് PS ശ്രീധരൻ പിള്ളയാണ്. 23 സമുദ്രശില, സുഭാഷ് ചന്ദ്രനാണ്. സമുദ്രശിലയുടെ ഓതർ സുഭാഷ് ചന്ദ്രനാണ്. ഓർമ്മപ്പടികൾ, ഇതൊരു ആത്മകഥയാണ്. എം.എ. ഉമ്മനാണ് എഴുതിയത്. ഓർമ്മപ്പടികൾ എം.എ. ഉമ്മനാണ് എഴുതിയത്, ആത്മകഥയാണ്. അടുത്തത് നിർഭയം, ഓതർ സിബി മാത്യൂസ് ആണ്. നിർഭയം സിബി മാത്യൂസ്. ഞാനും ഒരു കഴുകനാണ്, സുഗതകുമാരിയാണ് എഴുതിയത്. ഞാൻ ഒരു കഴുകനാണ്, ഓതർ സുഗതകുമാരി. പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യർ, ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്. ഡയറക്ടറായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി. പി സുബ്രഹ്മണ്യം മലയാള സിനിമയുടെ ഭീഷ്മാചാര്യർ, ശ്രീകുമാരൻ തമ്പി. ലോകം കാറ്റി നിറച്ച പന്തിൻ്റെ കൂടെ, പന്ന്യൻ രവീന്ദ്രൻ. പൊളിറ്റീഷ്യനായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ എഴുതിയതാണ് ലോകം കാറ്റി നിറച്ച പന്തിൻ്റെ കൂടെ. അടുത്ത പുസ്തകം സത്യമേവ ജയതേ, എം.എം. ഹസൻ. സത്യമേവ ജയതേ, എം.എം. ഹസൻ. കവിതയുടെ വിഷ്ണുലോകം, ഡോക്ടർ എം ലീലാവതി. കവിതയുടെ വിഷ്ണുലോകം, ഓതർ ഡോക്ടർ എം ലീലാവതി. നേരിട്ട വെല്ലുവിളികൾ, കാര്യവും കാരണവും, സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ, ജേക്കബ് തോമസ് ആണ്. നേരിട്ട വെല്ലുവിളികൾ, കാര്യവും കാരണവും, സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ, ജേക്കബ് തോമസ്. തിളച്ച മണ്ണിൽ കാൽനടയായി, പുതുശ്ശേരി രാമചന്ദ്രനാണ്. തിളച്ച മണ്ണിൽ കാൽനടയായി, പുതുശ്ശേരി രാമചന്ദ്രൻ. സത്യമേവ ജയതേ, എം.എം. ഹസൻ. കവിതയുടെ വിഷ്ണുലോകം, ഡോക്ടർ എം ലീലാവതി. നേരിട്ട വെല്ലുവിളികൾ, കാര്യവും കാരണവും, സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ, ജേക്കബ് തോമസ്. തിളച്ച മണ്ണിൽ കാൽനടയായി, പുതുശ്ശേരി രാമചന്ദ്രൻ. അടുത്ത പുസ്തകമാണ് ശരീരശാസ്ത്രം, ബെന്യാമിൻ. ശരീരശാസ്ത്രം, ബെന്യാമിൻ. ഓർമ്മകളുടെ ഭ്രമണപഥം, നമ്പി നാരായണനാണ്. ഓർമ്മകളുടെ ഭ്രമണപഥം, നമ്പി നാരായണൻ. തിളച്ച മണ്ണിൽ കാൽനടയായി, അത് റിപ്പീറ്റീവായിട്ട് വന്നതാണ്. അഗ്നിപരീക്ഷകൾ, ജി മാധവൻ നായർ. അഗ്നിപരീക്ഷകൾ, ജി മാധവൻ നായർ. അപ്പോൾ ശരീരശാസ്ത്രം ബെന്യാമിൻ, ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ, തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രൻ, അഗ്നിപരീക്ഷകൾ ജി മാധവൻ നായർ. ഇപ്പോൾ നമ്മൾ ഏകദേശം 40-ൽ കൂടുതൽ പുസ്തകങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരാളുടെ തന്നെ 2-3 പുസ്തകങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സാഹിത്യ മേഖല എന്ന് കറണ്ട് അഫെയറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് അത്യാവശ്യം ഇത്രയെങ്കിലും നമ്മൾ നോക്കി വെച്ചേക്കണം എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ ഈ പ്രിലിംസ് എക്സാമിൻ്റെ മെജോറിറ്റി ഓഫ് പോർഷൻസ് നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഓൾറെഡി അത് എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മൾ റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ടാണ് ചാനലിൽ ആ ഒരു ടോപ്പിക് ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അധികം പഠിക്കാൻ ഇച്ചിരി കൂടെ പ്രയാസമുള്ള സിലബസിലുള്ള കാര്യങ്ങൾ അവൈലബിൾ അല്ലാത്തതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.